മമതാ ബാനർജി ഇതാ ആദ്യമായി ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലേക്ക് എത്തുന്ന കാര്യം പ്രതികരിച്ചിരിക്കുന്നു. ആദ്യ പ്രതികരണത്തിൽ സ്ഥാനത്തിനായി തന്നെ പിന്തുണച്ച പ്രതിപക്ഷ നേതാക്കൾക്ക് നന്ദി പറയുന്നു മമതാ ബാനർജി. എന്നെ ആദരിച്ച എല്ലാ നേതാക്കളോടും ഞാൻ നന്ദിയുള്ളവളായിരിക്കും. കരുത്തുറ്റതും ശക്തവുമായ ഇന്ത്യയെ നിർമ്മിക്കും. എല്ലാവരും ഒപ്പം ഒന്നിച്ചു നിൽക്കണമെന്നും വലുതോ ചെറുതോ ഇല്ലാതെ ഞാൻ എല്ലാ കക്ഷികളെയും സമതുല്യരായി ആദരിക്കുന്നുവെന്നും മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാവർക്കും നല്ല ആരോഗ്യം നേരുന്നു. ഇന്ത്യ നേതാക്കളും അണികളും എല്ലാം സുഖമായിരിക്കട്ടെ. അവരുടെ പാർട്ടി നന്നാവട്ടെ. ഇന്ത്യ നന്നാവട്ടെ. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി പുർബയിൽ നടന്ന ഒരു പരിപാടിയിൽ പറഞ്ഞു. ഡൽഹിയിലെ ഒരു കസേരയിലും തനിക്ക് താല്പര്യമില്ലെന്ന് മമതാ ബാനർജി ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു. BJPയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു ബദൽ പ്ലാറ്റ്ഫോം കെട്ടിപ്പടുക്കുന്നതിലാണ് തനിക്ക് താല്പര്യം. ഞാൻ ദില്ലിയിൽ കസേര പിടിക്കാൻ നടക്കുന്ന ആളല്ല. കസേരയും പ്രധാനമന്ത്രി പദവും ഒന്നുമല്ല എൻ്റെ മുന്നിലുള്ളത്. ഇന്ത്യയിലെ ജനമാണ്. എനിക്കിരിക്കാൻ നല്ല കസേര ബംഗാളിലെ ജനം തന്നിട്ടുണ്ട്. അതുതന്നെ ധാരാളമാണെന്നും മമതാ ബാനർജി പറയുന്നു. കസേരകൾക്കായുള്ള മത്സരം നമ്മൾ മാറ്റിവെച്ച് ഒന്നിച്ചു നിൽക്കണം. ഇന്ത്യ സഖ്യത്തിനുള്ളിൽ പശ്ചിമ ബംഗാളിൽ ഞങ്ങൾ BJPയെ പരാജയപ്പെടുത്തി. ജാർഖണ്ഡിൽ ഹേമന്ത് സോറന്റെ നേതൃത്വത്തിൽ JMM BJPയെ പരാജയപ്പെടുത്തി. ഹരിയാന, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ BJPയെ പരാജയപ്പെടുത്താനുള്ള പ്രധാന ഉത്തരവാദിത്തം കോൺഗ്രസിനായിരുന്നു. അതവർ ചെയ്തില്ല. UPയിൽ കോൺഗ്രസ് തിരികെ വന്നില്ല. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനുണ്ടായത് വൻ വീഴ്ചയാണ്. വളരെ ഗുരുതരമായി കോൺഗ്രസിനെതിരെ കടന്നാക്രമിക്കുകയാണ് മമതാ ബാനർജി ചെയ്യുന്നത്. അതുപോലെ ഡൽഹിയിൽ താൻ നേതാവാകാനില്ല എന്ന മമതാ ബാനർജിയുടെ പ്രസ്താവന ലക്ഷ്യം വയ്ക്കുന്നത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും തന്നെയാണ്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ഇന്ത്യ മുന്നണി സഖ്യം. എന്നാൽ ഇന്ത്യ മുന്നണി സഖ്യത്തിന് വിചാരിച്ച പോലെ ഒന്നും തന്നെ രാജ്യത്ത് ഓളമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണി സഖ്യത്തിലെ പാർട്ടികളിൽ ബഹുഭൂരിപക്ഷവും നേതൃമാറ്റം വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് 15 വർഷം നൽകി. ആ 15 വർഷവും രാഹുൽ ഗാന്ധി തുലച്ചുവെന്നാണ് കഴിഞ്ഞ ദിവസം ലാലു പ്രസാദ് യാദവ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെ നേതാവായതുകൊണ്ട്, കോൺഗ്രസിൻ്റെ നേതാവായതുകൊണ്ട് ഗുണമുണ്ടായത് ഒരാൾക്കാണ്. അത് മറ്റാരുമല്ല, നരേന്ദ്രമോദിക്കാണ്. രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ നയിച്ചതുകൊണ്ട് മാത്രമാണ് തുടർച്ചയായി 3 വർഷം 15 വർഷക്കാലം ഇന്ത്യ ഭരിക്കാൻ നരേന്ദ്രമോദിക്കായത്. ഇത് പറഞ്ഞത് ലാലു പ്രസാദ് യാദവാണ്. ലാലു പ്രസാദ് യാദവിൻ്റെ കൂടി പിന്തുണ ലഭിച്ചതിന് പിന്നാലെയാണ് മമതാ ബാനർജി ഈ വിഷയത്തിൽ പരസ്യമായൊരു പ്രതികരണം ആദ്യമായി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിനെ വിമർശിച്ചതിനൊപ്പം ഇങ്ങനെ പോയാൽ ഇന്ത്യയിൽ BJP ശക്തി കൂടും. ഹിന്ദു മേഖലയിൽ കോൺഗ്രസിനെ നിലം തൊടിയിപ്പിക്കാതെയാണ് BJPയുടെ നീക്കം നടക്കുന്നത്. കോൺഗ്രസ് ശക്തി പ്രാപിക്കണം. കോൺഗ്രസിനെ അതിനായി ഇന്ത്യ സഖ്യം സഹായിക്കണം. ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കൾ മമതാ ബാനർജിയുടെ പേര് ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖമായി നിർദ്ദേശിക്കുന്നത് കോൺഗ്രസിൻ്റെ ദുർബലത കൊണ്ട് മാത്രമാണ്. രാഹുലിന് 15 കൊല്ലം കിട്ടിയിട്ടും പ്രതിപക്ഷ നിരയെ ഭരണത്തിലെത്തിക്കാൻ ആയില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് രാഹുൽ ഗാന്ധിയുടെ കഴിവില്ലായ്മയുടെ ഏറ്റവും വലിയ തെളിവാണെന്ന് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ തന്നെ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. ഇനി എത്ര പതിറ്റാണ്ട് ഇങ്ങനെ പോയാൽ കോൺഗ്രസിന് ഭരണത്തിലെത്താൻ കഴിയും? ഹരിയാന, മഹാരാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടുവെന്ന് കോൺഗ്രസ് സ്വയം വിശകലനം ചെയ്യണം. മമതാ ബാനർജിയെ സഖ്യ നേതൃത്വത്തിൻ്റെ നേതൃനിരയിലെത്തിച്ച് ഇന്ത്യ മുന്നണി സഖ്യത്തെ പുനരുജ്ജീവിപ്പിക്കാൻ നിരവധി ഇന്ത്യൻ ബ്ലോക്ക് പാർട്ടികൾ പിന്തുണച്ച സാഹചര്യത്തിലാണ് ഈ നിലപാട് മമതാ ബാനർജി വ്യക്തമാക്കിയിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായി തുടരുമ്പോൾ പ്രതിപക്ഷ മുന്നണിയുടെ ഇരട്ട ഉത്തരവാദിത്വം തനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ബാനർജി കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു. അതേസമയം BJPയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു ബദൽ വേദി കെട്ടിപ്പടുക്കാൻ മമതയ്ക്ക് താല്പര്യമുണ്ടെന്ന് TMC നേതാവ് കുനാൽ ഘോഷും വ്യക്തമാക്കി. വിവിധ പ്രാദേശിക പാർട്ടികളിൽ നിന്നുള്ള അതൃപ്തിയും ഹരിയാന, ജമ്മു കശ്മീർ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ കോൺഗ്രസിനുണ്ടായ സമീപകാല തെരഞ്ഞെടുപ്പ് തിരിച്ചടികളും പരാജയങ്ങളും കാരണം ഇന്ത്യൻ ബ്ലോക്കിനുള്ളിൽ വിശാലമായ സംഘർഷങ്ങൾ ഉയർന്നു വന്ന സമയത്താണ് ഇപ്പോൾ മമത ഇന്ത്യ സഖ്യം നേതൃത്വം ഏറ്റെടുക്കുന്നത്. പ്രതിപക്ഷമായ ഇന്ത്യ ബ്ലോക്കിന്റെ പ്രവർത്തനത്തിൽ ബാനർജി അതൃപ്തി പ്രകടിപ്പിച്ചു.
അവസരം ലഭിച്ചാൽ സഖ്യത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാനും അതിൻ്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാനും ബാനർജി ഉദ്ദേശിക്കുന്നു. RJD നേതാവ് ലാലു പ്രസാദ് യാദവിൻ്റെ ഇന്ത്യ ബ്ലോക്കിൻ്റെ സാധ്യതയുള്ള നേതൃത്വത്തെ അംഗീകരിച്ചു. ബാനർജിയുടെ ഇന്ത്യൻ ബ്ലോക്കിൻ്റെ നേതൃത്വത്തെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ കോൺഗ്രസിൻ്റെ ആശങ്കകൾ നിസ്സാരമെന്ന് തള്ളി ലാലു പ്രസാദ് ഉറച്ച പിന്തുണ ഉറപ്പിച്ചു. APP, ഉദ്ധവ് താക്കറെ, ശിവസേന, സമാജ്വാദി പാർട്ടി ഇവരെല്ലാം മമതയ്ക്ക് കീഴിൽ അണിനിരന്നു കഴിഞ്ഞു. ഇനി കോൺഗ്രസിന് മുന്നിൽ 2 വഴികളേ ഉള്ളൂ: മമതയെ അംഗീകരിക്കുക, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം വിടുക. ഇതിനിടെ YSR കോൺഗ്രസ് പാർട്ടി നിലവിൽ ഇന്ത്യ ബ്ലോക്കുമായി അഫിലിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും സഖ്യത്തിൻ്റെ തലവനാകാൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തിത്വമായി ബാനർജിയെ വിശേഷിപ്പിച്ചുകൊണ്ട് ബാനർജിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. YSR പാർട്ടി രാജ്യസഭ MP വിജയ് സായി റെഡ്ഡി ഒരു പ്രധാന സംസ്ഥാനം ഒരുക്കുന്നതിലും അതിനെ കരുതുന്നതിലും വിവിധ പോർട്ട്ഫോളിയോകൾ കൈകാര്യം ചെയ്യുന്നതിലുമുള്ള അനുഭവം ഉദ്ധരിച്ച് ബാനർജിയുടെ കഴിവുകളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കഴിവിനെയും പാർലമെന്ററി പ്രതിനിധികളുടെ ഫലപ്രാപ്തിയെയും ശരത് പവാർ നേരത്തെ പ്രശംസിച്ചിരുന്നു. സമാജ്വാദി പാർട്ടിയുടെ രാംഗോപാൽ യാദവും ശിവസേന നേതാവ് സഞ്ജയ് റാവുത്തും കോൺഗ്രസ് ഇതര നേതൃത്വ ചർച്ചകൾക്ക് തുറന്ന മനസ്സ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. മമതാ ബാനർജി, ഉദ്ധവ് താക്കറെ, ലാലു പ്രസാദ് യാദവ്, ശരത് പവാർ, അഖിലേഷ് യാദവ് എന്നിവരുൾപ്പെടെയുള്ള വിവിധ സാധ്യതയുള്ള നേതാക്കളെല്ലാം മമതയ്ക്ക് പിന്നിൽ അണിനിരക്കുന്നു. രാഹുൽ ഗാന്ധി സമാധാനമില്ലാതെ നടക്കുന്നുവെന്നും ചർച്ച നടത്താൻ പോലും പ്രതിപക്ഷത്തെ കിട്ടില്ലെന്നുമുള്ള ആക്ഷേപങ്ങളും വരുന്നുണ്ട്. ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ല ഇന്ത്യ മുന്നണി സഖ്യത്തിലെ പ്രധാന ഒരു പാർട്ടികളും. രാഹുൽ ഗാന്ധി നേതൃസ്ഥാനം ഒഴിയണമെന്നും പുതിയൊരു നേതാവ് ഇന്ത്യ മുന്നണി സഖ്യത്തിന് ഉണ്ടാകണമെന്നും ബഹുഭൂരിപക്ഷം പാർട്ടികളും ആവശ്യപ്പെടുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇനി ഒരിക്കൽ പോലും കോൺഗ്രസിനെ ഇന്ത്യയിൽ അധികാരത്തിലെത്തിക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടിയുടെ കൂട്ടായ്മ ഉറപ്പിച്ചു പറയുന്നത്. നരേന്ദ്രമോദിയുടെ ഭരണ സാരഥ്യത്തെയോ നരേന്ദ്രമോദിയുടെ ഭരണ നിപുണതയോ എതിർക്കാനുള്ള കഴിവോ ശക്തിയോ രാഹുൽ ഗാന്ധിക്കില്ല. ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധി ഒരു കഴിവുകെട്ടവനാണെന്ന് ലാലു പ്രസാദ് യാദവ് തന്നെ പറയുന്നു. ഭാരത് ജോഡോ യാത്ര നടത്തി കന്യാകുമാരി മുതൽ ജമ്മു കശ്മീർ വരെ തേരാപ്പാര നടന്നതുകൊണ്ട് മാത്രം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ അട്ടിമറിക്കാനോ മാറ്റി ചിന്തിപ്പിക്കാനോ കഴിയില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിക്കണമെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കണം. ഇന്ത്യയുടെ ജനങ്ങളുടെ വിശ്വാസം ആർജിക്കണമെങ്കിൽ അവരിലുള്ള ഒരാളായി അവരോടൊപ്പം ഉണ്ടാകണം. അവരുടെ വേദനകൾ മനസ്സിലാക്കണം, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം, അവരുടെ ഒപ്പമുണ്ട് എന്ന് അവർക്ക് തോന്നണം. അല്ലാതെ ഏതെങ്കിലും സാഹചര്യത്തിൽ ആളുകളെ സ്വാധീനിക്കാനായി വേഷപ്രച്ഛന്നനായി കോമാളി വേഷം കെട്ടി നടക്കുകയല്ല വേണ്ടത് എന്ന് രാഹുൽ ഗാന്ധിയെ ആരെങ്കിലും ഉപദേശിച്ചാൽ നന്ന്. എന്നാൽ ആ ഉപദേശം കിട്ടാൻ തക്ക ആളുകൾ രാഹുൽ ഗാന്ധിയുടെ ചുറ്റുമില്ല. പെട്ടിയെടുപ്പുകാരുടെ ഉപദേശങ്ങൾക്കും അവരുടെ ചെവികടിക്കലുകൾക്കും മാത്രം ചെവി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയതാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ ഈ ഗതികേടിൻ്റെ ഏറ്റവും പ്രധാന കാരണം. ഇപ്പോൾ ഇന്ത്യ മുന്നണി സഖ്യം പോലും രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിക്ക് ഒരു എടുക്കാച്ചരക്കായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ കാര്യം.